പണ്ടൊക്കെ കല്യാണത്തിന് മുന്നേ ഓണമാകുമ്പോൾ അമ്മ എല്ലാം വച്ച് വിളമ്പി തരുമായിരുന്നു. കറികളും ചോറും പായസവും എന്തൊക്കെയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ഒന്നും അറിയണ്ടായിരുന്നു. കൈ കഴുകി അങ്ങ് ഇലയുടെ ഫ്രണ്ടിൽ ഇരുന്നാൽ മതി, ചോറ് റെഡി, കറികൾ റെഡി, എല്ലാം റെഡി. എന്നാൽ ഇപ്പോഴോ കല്യാണത്തിന് ശേഷം എല്ലാ കറികളും വയ്ക്കണം, പായസം വയ്ക്കണം, പപ്പടം പൊരിക്കണം, ഇതെല്ലാം ചെയ്യണതിന് പുറമെ പിന്നെ നട്ടലൊടിഞ്ഞൊരു കിടപ്പുണ്ട്. അയ്യോ, അതാണ് ആഫ്റ്റർ മാരേജും ബിഫോർ മാരേജും. എല്ലാം ചെയ്യുകയും വേണം, ചെയ്തില്ലെങ്കിൽ പിന്നെ അതും പ്രശ്നമാവുന്നേ. അതുകൊണ്ട് പിന്നെ എല്ലാം ചെയ്ത് വയ്ക്കണം. കണ്ടില്ലേ, എല്ലാം ചെയ്ത് പറക്കി വെച്ചു. ഇതൊക്കെ വരുമ്പോഴാണ് നമ്മളെ അമ്മമാരെ മിസ് ചെയ്യുന്നത്. അയ്യോ, അമ്മ നമുക്ക് ചെയ്ത് തരുമ്പോൾ നമ്മൾ ഒന്നും അറിയില്ലായിരുന്നു. അമ്മ കൊണ്ട് ഇരിക്കുന്നിടത്ത് കൊണ്ട് വെച്ച് തരുമായിരുന്നു. അപ്പോഴും നമ്മൾ അമ്മയെ ഒരു വിലയില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് അമ്മയെ വില അറിയണത്. ഓഹ്, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, ഒന്നും അറിയണ്ടായിരുന്നു. മടിയുടെ ഭാഗമായിട്ടല്ല ഞാൻ ഇത് പറയുന്നത്, പൊതുവേ ഉള്ളൊരു ടോക്കാണ്. എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു സംഭവം കാണും, ബിഫോർ മാരേജും ആഫ്റ്റർ മാരേജും. ബിഫോർ മാരേജ് ആണെങ്കിൽ നമ്മൾ അമ്മയൊക്കെ വളരെ കുറച്ചേ ഹെൽപ്പ് ചെയ്യാറുള്ളൂ. പക്ഷെ ആഫ്റ്റർ മാരേജ് ആണെങ്കിൽ ഹെൽപ്പും ഇല്ല, ഒന്നുമില്ല. സ്വന്തമായിട്ട് എല്ലാം ഉണ്ടാക്കി വച്ചുണ്ടാക്കി വിളമ്പി കഴിക്കുക.